കനത്ത മഴയിൽ വെള്ളം കയറിയ കോട്ടയം ഈരാറ്റുപേട്ടയിലും പാലായിലും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. നഗരത്തിൽ ആകെ ചെളി കെട്ടിക്കിടക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ. നടരാജ് പരശുന വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. നടരാജ് പറഞ്ഞതുപോലെ തന്നെ കോട്ടയം ഈരാറ്റുപേട്ടയിലും പാലായിലുമൊക്കെ നേരത്തെ വെള്ളം കയറിയിരുന്നു, അതിപ്പോൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പലയിടത്തും ചെളി കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടല്ലേ ഇപ്പോൾ? അനീഷ, ഞാനിപ്പോൾ ഉള്ളത് പാലാ നഗരത്തിലാണ്. പാലാ നഗരം അക്ഷരാർത്ഥത്തിൽ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണെന്ന് പറയാം. ഈ ഈരാറ്റുപേട്ട ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിരവധി ആളുകൾ ആ ഭാഗത്ത് പോയും വരികയും ചെയ്യുന്നുണ്ട്. എല്ലാ കടകളും അടഞ്ഞിരിക്കുകയാണ്. പല കടകളിലും വെള്ളം കയറിയത് കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും പാലയിൽ നല്ല രീതിയിൽ നഗരത്തിൽ വെള്ളമുണ്ട് എന്ന് പറയാം. ഈരാറ്റുപേട്ടയിൽ നിന്ന് അല്പസമയം മുമ്പാണ് നമ്മൾ പാലായിൽ എത്തിയത്. ഈരാറ്റുപേട്ടയിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ചെളിയൊക്കെ കെട്ടിക്കിടക്കുകയാണ്. പല സ്ഥലങ്ങളിലും പാലത്തിലൊക്കെ തന്നെ വലിയ മരത്തടികളൊക്കെ വന്ന് നിൽക്കുകയാണ്. പക്ഷെ പാലായിൽ ഇപ്പോഴും വെള്ളമുണ്ട്. ചേട്ടാ, വെള്ളം ഇറങ്ങിയിട്ടൊന്നും ഇല്ല തോന്നുന്നു അല്ലേ? വെള്ളം ഇറക്കം ഇട്ടതേ ഉള്ളൂ. ഇവിടെ കുഴപ്പമൊന്നുമില്ല, വെള്ളം ഇറങ്ങുന്നുണ്ട്. ആ ഭാഗത്ത് പോയിട്ട് വരുമ്പോൾ എന്താ അവിടെ കടകളൊക്കെ അടച്ചിരിക്കാം? ഈരാറ്റുപേട്ടയിൽ ഇറങ്ങുമ്പോൾ ഇവിടെ വെള്ളം വരും. ഇവിടെ ഇറക്കം വിടുമ്പോൾ കോട്ടയത്ത് വെള്ളമുണ്ട്. അതങ്ങനെയാണ്. മീനച്ചിലിന്റെ ഒരു ഇത് അങ്ങനെയാണ്. മീനച്ചിലെ അങ്ങനെയാണ്. ഈ ആ ഭാഗത്തെ കടകളൊക്കെ ഇങ്ങനെ അടച്ചിരിക്കുകയാണോ? അവിടെ അടച്ചിരിക്കുക. വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായെന്ന് കേൾക്കുന്നു. കേട്ടിട്ടുണ്ട്. ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് രാത്രിയിലായതുകൊണ്ട്. ഈ ഇവിടുത്തെ ഒരു ജിയോഗ്രഫി പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഈ പൂഞ്ഞാർ ഭാഗത്ത് ഉരുൾപൊട്ടലുണ്ടായി നേരെ താഴോട്ട് വലിയ രീതിയിൽ വെള്ളം ഒലിച്ചിറങ്ങുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഈരാറ്റുപേട്ട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ വെള്ളം കയറിയത്. പിന്നെ ഇപ്പോൾ അവിടെ നിന്നും വെള്ളം ഇറങ്ങി. നമ്മൾ അല്പസമയം മുമ്പ് റിപ്പോർട്ട് ചെയ്തതുപോലെ അവിടെ ഇപ്പോൾ ചെളി കെട്ടിക്കിടക്കുകയാണ്. എല്ലാ ഭാഗത്തും വെള്ളം ഇറങ്ങി. ആ വെള്ളം കൂടി ഒഴുകിയെത്തുന്നത് ഈ പാലാ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കാണ്. മീനച്ചിൽ ആ തരത്തിലാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വെള്ളം ഈ ഭാഗങ്ങളിലുണ്ട്. ഈരാറ്റുപേട്ടയിൽ വെള്ളം കുറവാണെന്നാണ്. പക്ഷേ ഉച്ചയോടുകൂടി മഴ കുറഞ്ഞെങ്കിൽ ഇപ്പോൾ മഴ പെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ മഴ എത്രത്തോളം ശക്തമായി ഇനിയും പെയ്യുമെന്ന കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും എല്ലാ സ്ഥലങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. വീടുകളിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെ നിറയെ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. ആ ഒരു ദുരിതം എല്ലാവരും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. ഇപ്പോഴും ഇവിടെ വെള്ളം ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് ആശങ്കയ്ക്ക് വകവയ്ക്കുന്നു. അപ്പോഴും ഈരാറ്റുപേട്ട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം ഇറങ്ങുന്നു എന്നുള്ളൊരു ആശ്വാസ വാർത്തയുണ്ട്. പാലായിൽ എപ്പോൾ വെള്ളം ഇറങ്ങുമെന്നാണ് ഇനി അറിയേണ്ടത്. മഴ ഇപ്പോൾ തുടരുന്നതിനാൽ സമീപ സമയത്തൊന്നും തന്നെ വെള്ളം ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുമില്ല. രാജ, മുന്നറിയിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 9 ജില്ലകളിലാണ് റെഡ് അലർട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് മഴ ഉച്ചയ്ക്ക് ശേഷം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്ന് പല ജില്ലകളിലെയും റിപ്പോർട്ടുകൾ കണ്ടു. ഇപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ആളുകളൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. പല ഭാഗങ്ങളിലും ഞാൻ നിൽക്കുന്ന പാലായിലെ ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ പല ഭാഗങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. പല ഭാഗങ്ങളിലും മഴ പെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ഈരാറ്റുപേട്ട, പാല, അതുപോലെ തന്നെ കോട്ടയം നഗരം, ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. പൂഞ്ഞാറിലും അതേ വലിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഈ ചില സ്ഥലങ്ങളിൽ രാവിലെ മഴ കുറവായിരുന്നെങ്കിൽ നമുക്ക് ചോദിക്കാം, ചിലർ ഈ ഭാഗത്ത് നിന്ന് വരുന്നു. ചേട്ടാ, ആ ഭാഗത്ത് എന്താണ് കാണുന്നത്? മൊത്തത്തിൽ കുഴപ്പമില്ല, വെള്ളമുണ്ട്. വെള്ളം ഇനി കൂടുകയാണോ ചെയ്യാൻ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കിഴക്കുന്ന ഇറങ്ങി വരുവാണെങ്കിൽ കൂടും. അതേ ഉള്ളൂ. അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. ഈരാറ്റുപേട്ടയിൽ നമ്മൾ വരുമ്പോൾ അവിടെ കുറവാണ്. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ കൂടും. സ്വാഭാവികമായിട്ടും കൂടണമല്ലോ. ഇവിടെ നിന്ന് എങ്ങോട്ട് ഒഴുകി പോയാലും അങ്ങനെ പടിഞ്ഞാറോട്ടേക്ക് പോകുള്ളൂ. കോട്ടയം, ഈ കുമരകം ഉൾപ്പെടെയുള്ള സ്ഥലം. അപ്പോൾ കുമരകത്തൊക്കെ ഇനി വെള്ളം അവിടെ കൂടും. അവിടെ നാളത്തേക്ക് അവിടെ നിന്ന് ശരിക്കും കൂടും. അതാണ് ഉറപ്പായിട്ടും കൂടും. ഈ അനീഷ, ഈ ഒരു സ്ട്രക്ചറാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജിയോഗ്രഫിയുടെ കാര്യത്തിൽ. കുമരകം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പടിഞ്ഞാറൻ ഭാഗങ്ങളാണ്. ഇവിടെ നിന്നും വെള്ളം ഒഴുകി പോകുന്നത് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ എത്തുമെങ്കിൽ കുമരകം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ വെള്ളം കയറൽ ഉണ്ടാവും. ഞാൻ മുമ്പും കോട്ടയം കുമരകം ഭാഗത്തൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ കുമരകത്തൊക്കെ തന്നെ വലിയ രീതിയിൽ വെള്ളം കയറുമ്പോൾ ആ ഭാഗത്തെ നിരവധി കൃഷിയിടങ്ങൾ, വീടുകൾ ഒക്കെ തന്നെ വെള്ളത്തിൽ പെടുന്നൊരു സ്ഥിതി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ ഭാഗത്തും ഒരുപാട് ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ സാധാരണ തുറക്കാറുള്ളതാണ്. ഇത്തവണയും മഴ തുടരുകയാണെങ്കിൽ അത്തരം ക്രമീകരണങ്ങളിലേക്ക് ജില്ലാ ഭരണകൂടത്തിന് കടക്കേണ്ടി വരും. എന്തായാലും പാലായിൽ ഇപ്പോൾ നിലവിൽ മഴ തുടരുന്നു. വെള്ളം ഇവിടെ ഉണ്ട്. വെള്ളക്കെട്ട് വലിയ രീതിയിലുണ്ട്.
പക്ഷേ രാവിലത്തേക്കാൾ വേഗത്തിൽ വെള്ളം ഒഴുകി പോകുന്നുണ്ട് എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്നും എനിക്ക് അനുഭവപ്പെടുന്നത്. രാവിലെ ഇതേ സ്ഥലത്ത് ഞാൻ വന്ന് നിൽക്കുമ്പോൾ വെള്ളം വലിയ രീതിയിൽ കെട്ടിയിരുന്നെങ്കിൽ ഇത്ര ശക്തമായി ഒഴുകുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ വെള്ളം നന്നായി ഒഴുകി പോകുന്നുണ്ട് എന്നുള്ളത് നേരത്തെ നമ്മൾ കണ്ട ആൾ സംസാരിച്ച പോലെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് വെള്ളം ഒഴുകിപ്പോകുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ പാലായിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്നു, അപ്പോഴും ഇവിടെ വെള്ളം കുറയുന്നില്ല. ഇപ്പോഴും ആ വെള്ളത്തിന് വന്ന ആ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് കാര്യം.